SNDP യോഗം 3 പതിറ്റാണ്ട് ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്നതിന്റെ ആ പരിപാടിയുടെ ഉദ്ഘാടകനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കൊപ്പം പി പ്രസാദും പി രാജീവും VN വാസവനും സജി ചെറിയാനും 4 മന്ത്രിമാർ കൂടി ഏപ്രിൽ 11 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചേർത്തല ബോയ്സ് ഹൈസ്കൂളിന്റെ മുറ്റത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമോ, വരാതിരിക്കണോ, അതോ പോകാൻ പാടില്ലേ? ഇതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം. ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷം നിൽക്കുന്നു, അപ്പോൾ ന്യൂനപക്ഷത്തോടുള്ള സ്നേഹം മുഖ്യമന്ത്രിക്ക് കാട്ടണം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വെറുപ്പിക്കാനും പറ്റില്ല. മലപ്പുറം പ്രത്യേക രാജ്യം എന്ന പ്രസ്താവനയാണ് നടത്തിയത്. അപ്പോൾ ആ പ്രസ്താവന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാജ്യം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ തിരുത്തിന്റെ ഭാഗത്താണ് വരുന്നത്. ആദ്യം മലപ്പുറം പ്രത്യേക രാജ്യം അവിടെ ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതിന് മുസ്ലിങ്ങൾക്കൊപ്പമാണ്, മുസ്ലിം വിരോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള മതസ്പർദ്ധയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്ന ആർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന CPIM-ന് എന്ത് പറ്റി? CPIM അപ്പോൾ പറയുന്ന ആളെ നോക്കിയാണോ നടപടിയെടുക്കുന്നത്? ഇവിടെ 10ലേറെ പരാതികൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടാവും കേട്ടോ. കാരണം പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലാണെങ്കിലും ഇപ്പോൾ ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ടവരാകുമ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ പോലും പതുക്കെയാണ് പോകുന്നത്. പതുക്കെ ചോദിച്ച് പറഞ്ഞ് വെള്ളാപ്പള്ളി സമ്മതിച്ച് അങ്ങനെയൊക്കെ കേസെടുക്കുകയുള്ളൂ. ഇനി സിറാജിന്റെ ഇന്നത്തെ മുഖപ്രസംഗം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമാണല്ലോ സിറാജിന്റെ മുഖപ്രസംഗത്തിൽ ഈ മന്ത്രിമാർ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കരുത്, മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. മന്ത്രിമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ വരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ അതേ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാനില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന ഈഴവ വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തേക്ക് വരുന്നതിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന, ഇപ്പോൾ കുറച്ചൊന്ന് അടർന്നു പോയപ്പോഴേക്കും അതിൽ വിലപിച്ചിരിക്കുന്ന ഇടതുപക്ഷം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അവഗണിച്ചത്? അത് ശരിയല്ല. നേരറിയാൻ ദേശാഭിമാനി വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ ദേശാഭിമാനിയും വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മതേതര കാപട്യവും സ്ഥാപിത താല്പര്യവും തുറന്നു കാട്ടിയതിന് തന്നെ വർഗീയവാദിയും മുസ്ലിം വിരോധിയുമായി ചിത്രീകരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ നിന്ന് ലീഡായി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറ, മുഖ്യമന്ത്രി പോകുമോ ഇല്ലയോ? പോയിരിക്കും. അതാണ് ദേശാഭിമാനിയുടെ ലീഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2 കാര്യങ്ങളാണല്ലോ, ഈഴോ വോട്ട് വേണോ, കാന്തപുരം വോട്ട് വേണോ, ഇത് രണ്ടും വേണമല്ലോ. രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ആണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ആ പരിപാടി നിശ്ചയിച്ച രീതിയിൽ തന്നെ 11 തീയതി വൈകുന്നേരം 4 മണിക്ക് SNDP യോഗമായി ആ പരിപാടി മാറ്റിയില്ല എങ്കിൽ ആ പരിപാടി നടക്കുകയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുക.